ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാസം നമ്മിലേക്ക് വരികയാണ്. റബീഅ എന്ന് പറഞ്ഞാൽ വസന്തം എന്നാണ്. അഥവാ ഭൂമിയിലാകെ സസ്യങ്ങളും പൂക്കളും നിറഞ്ഞ് ഭൂമി സൗന്ദര്യാലങ്കൃതമാകുന്ന കാലം, പൂക്കൾ വിരിഞ്ഞ് പൂമണം വീശിയടിക്കുന്ന കാലമാണ് വസന്തം. ആ വസന്തമാസമാണ് നമ്മിലേക്ക് വരുന്നത്. 6-ാം നൂറ്റാണ്ടിന്റെ ഒരു വസന്തകാലത്താണ് ലോകത്തിന്റെ നിത്യവസന്തമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ഈ ലോകത്തേക്ക് അയച്ചത്. അവിടുന്ന് ലോകത്തിന്റെ നിത്യവസന്തമാണ്. കാരണം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യപ്രവാചകരാണ്. ലോകാവസാനം വരെയുള്ളവർക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകരാണ്. പുണ്യമാസം കടന്നു വരുമ്പോൾ ആ മാസത്തില്, ആ കടന്നു വരുന്നതായ സന്ദർഭത്തില് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർക്കലും ആ വരുന്ന മാസത്തെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കലും വളരെ പുണ്യമുള്ള കാര്യമാണ്. അത് ഈമാനികമാണ്. എന്ത് അനുഗ്രഹം വന്നാലും സന്തോഷിക്കണം. നമ്മൾക്ക് സന്താനങ്ങളുണ്ടായാൽ, സമ്പത്തുണ്ടായാൽ, അതല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടിയാൽ നമ്മൾ സന്തോഷിക്കണം. എന്നാൽ എങ്ങനെയാണ് സന്തോഷിക്കേണ്ടത്? പല ആളുകളുടെയും സന്തോഷങ്ങൾ പല രൂപത്തിലാണ്. ആ സന്തോഷത്തിലെ ഹറാമുകളും കറാഹത്തുകളും കൂടിക്കലർന്നാൽ അല്ലാഹുവിന് നന്ദി ചെയ്യുന്നതിന് പകരം ഹറാമ് ചെയ്തുകൊണ്ട് നന്ദികേട് കാണിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. പല ആളുകൾക്കും മക്കളുണ്ടായി കഴിഞ്ഞാൽ, പലർക്കും മക്കളുടെ ജന്മദിനമായി കഴിഞ്ഞാൽ മദ്യം വിളമ്പിക്കൊണ്ടും ഹറാമായ പാട്ടുകളും ഡാൻസുകളും ഗാനമേളകളും എല്ലാം ഏർപ്പെടുത്തിക്കൊണ്ട് ഹറാമായ രൂപത്തിൽ അത് ആഘോഷിക്കുകയാണ്. എത്ര നല്ല നല്ല സന്തോഷകരമായ ആനന്ദകരമായ ആഘോഷങ്ങളുണ്ട്. സാധുക്കളായ ആളുകളെ സഹായിച്ചുകൊണ്ട്, ഒരു പാവപ്പെട്ട വ്യക്തിക്ക് വീട് നിർമ്മിച്ചു കൊടുത്തുകൊണ്ട്, ഒരു പാവപ്പെട്ട സഹോദരിയെ കല്യാണം കഴിക്കാൻ അതിനുള്ള സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട്, ഇങ്ങനെയൊക്കെ ഏതൊക്കെ രൂപത്തിൽ സന്തോഷിക്കാവുന്നതാണ്. അതല്ലാതെ ഒരു സന്തോഷം വരുമ്പോഴേക്ക്, നമ്മുടെ പാർട്ടി വിജയിക്കുമ്പോഴേക്ക് ഹർത്താലുകൾ സംഘടിപ്പിച്ചുകൊണ്ട്, ഗതാഗതങ്ങൾ മുടക്കിക്കൊണ്ട്, മറ്റുള്ളവരെ പ്രശ്നത്തിലാക്കിക്കൊണ്ട്, പ്രയാസത്തിലാക്കിക്കൊണ്ട് ആഘോഷിക്കുകയല്ല വേണ്ടത്. അതുപോലെ വ്യഭിചരിച്ചുകൊണ്ട് സന്തോഷിക്കരുത്, കള്ളു കുടിച്ചുകൊണ്ട് സന്തോഷിക്കരുത്, മറ്റുള്ളവരെ പീഡിപ്പിച്ചുകൊണ്ട് സന്തോഷിക്കരുത്, അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലർന്നുകൊണ്ടും സന്തോഷിക്കരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കണമെന്ന് ഖുർആൻ തന്നെ നമ്മോട് ഉണർത്തുന്നുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ وخير مما يجمعون. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കൽ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഏതൊക്കെ കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നുണ്ടോ, ആ എല്ലാ കാര്യങ്ങളെക്കാളും ഖൈറാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോ അബൂലഹബിന് വല്ലാത്ത സന്തോഷം വന്നു. പ്രവാചകരായി മുത്തുനബി ജനിച്ചു എന്ന നിലക്കല്ല അബൂലഹബ് സന്തോഷിച്ചത്, മറിച്ച് തന്റെ സഹോദരൻ അബ്ദുല്ലാഹ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ചല്ലോ എന്ന നിലക്കാണ്.
എന്നാൽ ആ കുഞ്ഞ് ജനിച്ച സന്തോഷ വാർത്ത അറിയിക്കാൻ വന്ന അടിമ സ്ത്രീയായ സുവൈബത്തുൽ അസ്ലമിയ എന്ന അടിമ സ്ത്രീയെ തന്റെ സഹോദരനൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നപ്പോഴേക്ക് സുവൈബയെ മോചിപ്പിക്കുകയാണ്. ഇതിന്റെ പേരിൽ അബൂലഹബിന് സന്തോഷം ലഭിച്ചു. പിന്നീട് അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂലഹബിനെ സ്വപ്നം കാണുകയാണ്. അബൂലഹബിനോട് വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. ആ സമയത്ത് അബൂലഹബ് പറയാണ്, ലം അൽഖ ബഅദകും ഗൈറ അന്നി സുഖീതു ഫീ ഹദിഹി. ഞാൻ നിങ്ങളെയും വിട്ട് പിരിഞ്ഞതിന് ശേഷം ഒരു നല്ലതിനെയും ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. അബ്ദുല്ലാഹ് മുഹമ്മദ് എന്ന കുഞ്ഞ് ജനിച്ചപ്പോ ആ വിവരം പറഞ്ഞു വന്ന എന്റെ അടിമ സ്ത്രീയായ സുവൈബയെ ഞാൻ മോചിപ്പിച്ചല്ലോ. ആ കുഞ്ഞ് ജനിച്ചു എന്ന സന്തോഷത്തിന്റെ പേരിലാണ് ഞാൻ സുവൈബയെ മോചിപ്പിച്ചത്. അത് കാരണത്താൽ എന്റെ അബ്ദുല്ലാഹ് മുഹമ്മദ് എന്ന കുഞ്ഞ് ജനിച്ചു എന്ന് അറിഞ്ഞ സന്തോഷത്തിനാൽ എല്ലാ തിങ്കളാഴ്ച ദിവസവും എന്റെ വിരൽ തുമ്പിൽ നിന്ന് എനിക്ക് ശുദ്ധജലം കുടിപ്പിക്കപ്പെടുന്നുണ്ട്. അതല്ലാത്ത ഒരു ഖൈറും എനിക്ക് ഈ നരകത്തിൽ ലഭിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കാത്ത, ജീവിതകാലത്ത് നിമിതങ്ങളെ വളരെയധികം ഉപദ്രവിച്ച അബൂലഹബിന് പോലും നരകത്തിൽ ഇത്ര വലിയ ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിൽ മുത്തുനബിയെ വിശ്വസിച്ച, മുത്തുനബിയെ സ്നേഹിക്കുന്ന, മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലുന്ന, മുത്തുനബിന്റെ മേൽ മൗലിദ് ഓതുന്ന, മുത്തുനബി ജനിച്ച മാസത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന കാരണത്താൽ നമുക്ക് എത്ര വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കും. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസം വരുമ്പോ, റബീഉൽ അവ്വൽ വരുമ്പോ നമ്മൾ സന്തോഷിക്കണം. നബിയുടെ മദീനകൾ പറയണം. അതിന്റെ പേരിൽ പള്ളികളും അതുപോലെ റോഡിന്റെ സൈഡുകളും തോരണങ്ങളെ കൊണ്ട് അലങ്കരിക്കണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയൽ അല്ലാഹുവിന് ഇഷ്ടമുള്ള സംഗതിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിച്ചതുമാണ്. ഖുറൈബ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഹുനൈൻ യുദ്ധം കഴിഞ്ഞ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി വരുമ്പോ ഞാൻ ആ നബി തങ്ങളുടെ അടുത്ത് പോയി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാണ്, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയുടെ മദ്ഹ് പറയട്ടെ നബിയെ? മുത്തുനബി തങ്ങളുടെ മൂത്താപ്പയാണ് ചോദിക്കുന്നത്. അങ്ങയുടെ മദ്ഹ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എനിക്കൊരു മുറാദുണ്ട്, ഞാനൊന്ന് വീട്ടട്ടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഖുൽ, പറഞ്ഞോളൂ, എത്ര വേണമെങ്കിലും മദ്ഹ് പറഞ്ഞോ. ലാ യഫ്ദുലില്ലാഹു ഫകാ, അങ്ങയുടെ വായ കേടുവരുകയില്ല, അങ്ങയുടെ വായക്ക് മോശം വരികയില്ല, അത് നല്ല പ്രവൃത്തിയാണ്. എന്റെ മദ്ഹ് പറയുന്നത് ഗുണമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അത് അംഗീകരിക്കുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ പാടി പറഞ്ഞു എന്ന് ഖുറൈബ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നത്, പാടുന്നത്. നബി തങ്ങൾ വിമർശിച്ചില്ല, നബി തങ്ങൾ അത് അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ആ മദ്ഹ് പറയുന്ന വായക്ക് ക്ഷീണം വരികയില്ല, ആ വായക്ക് കേടുവരികയില്ല എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയാണ്. അതുകൊണ്ടല്ലേ ഇമാം മുസ്ലിമി റളിയല്ലാഹു അൻഹു വമുൻദു അൽസംതു കരീമാദഇഹു وجدته لخلاصي غير ملتزم. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. മഹാനവറുകൾ തളർവാദം പിടിച്ചു കിടക്കുകയായിരുന്നു. ആ ബുസൂരി ഇമാം തളർവാദം പിടിച്ചു കിടക്കുന്ന സമയത്ത് നേർച്ചയാക്കുകയാണ്. എന്താണ് നേർച്ചയാക്കുന്നത്? ഞാൻ നബിയുടെ മദ്ഹ് പറയാൻ, ഞാൻ മുത്തുനബിന്റെ മദ്ഹ് രചിക്കാൻ. അങ്ങനെ നേർച്ചയാക്കിയപ്പോ മഹാനവറുകളുടെ രോഗം മാറാൻ അത് കാരണമായി. വമുൻദു അൽസംതു അഫ്കാരി മദാഇഹു, അവിടുത്തെ മദ്ഹിനെ പറയാൻ എന്റെ ചിന്തകളെ നിർബന്ധമാക്കിയപ്പോ, മദ്ഹ് പറയണമെന്ന് ഞാൻ ഉറച്ച തീരുമാനമെടുത്തപ്പോ, വജദ്തുഹു ലിഖലാസി ഖൈറ മുൽതസിമീൻ. ആ മദ്ഹ് പറയുക എന്നത്, ആ മദ്ഹ് രചിക്കുക എന്നത് എന്റെ രക്ഷയുടെ നല്ല മാർഗമായി ഞാൻ അതിനെ എത്തിച്ചു. മുത്തുനബിന്റെ മദ്ഹ് രചിച്ചപ്പോ എന്റെ രോഗം മാറിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് നമ്മൾ പറയണം, എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസം വരികയാണ്. ഇപ്പൊ തന്നെ നമ്മൾ തീരുമാനിക്കണം, റബീഉൽ അവ്വൽ 1 എൻ്റെ വീട്ടിൽ മൗലിദ്, എൻ്റെ കുടുംബങ്ങളൊക്കെ വിളിച്ച്, എൻ്റെ അയൽവാസികളൊക്കെ വിളിച്ച്, സാധുക്കളൊക്കെ വിളിച്ചുകൊണ്ട് ഒരു ചെറിയ ഭക്ഷണം കൊടുത്തുകൊണ്ട്, എൻ്റെ മരണപ്പെട്ട ഉപ്പാന്റെ പേരിൽ യാസീൻ ഓതി ദുആ ചെയ്യുന്ന ഒരു മജ്‌ലിസ് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കണം. പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ, വല്യപ്പമാര് വല്യമ്മമാര് മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ. നമ്മളെ മക്കൾക്കും പേരമക്കൾക്കും നമ്മുടെ വാപ്പാന്റെ പേരിലുള്ള മൗലിദ് നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോഴേ നമ്മൾ മരിക്കുമ്പോഴും നമ്മുടെ പേരില് നമ്മളെ മക്കള്, നമ്മുടെ പേരക്കുട്ടികള് ഒന്ന് ഒരുമിച്ച് കൂടി മൗലിദ് ഓതുള്ളൂ, കുറച്ച് ദിക്ർ ചൊല്ലുള്ളൂ, യാസീൻ ഓതുള്ളൂ. അത് നമ്മൾ ഇപ്പോൾ തന്നെ കാണിച്ചു കൊടുക്കണം. എത്ര മാറാവ്യാധികളാണ് അതുമൂലം നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ മങ്കൂസ് മൗലിദ് ഓതുന്ന കാലത്തൊക്കെ എത്ര മാറാവ്യാധികളാണ് അതുമൂലം ഒഴിഞ്ഞു പോയത്, ഇല്ലായ്മ ചെയ്തത്. ഇപ്പൊ നമ്മുടെ വീടുകളിൽ മാലയില്ല, മൗലിദില്ല, സ്വലാത്തില്ല, അദ്കാറുകളില്ല, ഹദ്ദാദില്ല, വിർദുൽ ലത്തീഫില്ല, സൂറത്തുൽ മുൽക്കില്ല, വാഖിഅ ഇല്ല, യാസീനില്ല, ഒന്നുമില്ലാത്ത നിർജീവമായ വീടുകളായി, പിശാച് താമസിക്കുന്ന വീടുകളായി പലരുടെയും വീടുകൾ മാറിയിട്ടുണ്ട്. അത് മാറണം. നമ്മുടെ വീടുകളിൽ പതിവാക്കേണ്ട സൂറത്തുകളൊക്കെ ദിവസവും ഓതണം. ഹദ്ദാദ് റാത്തിബ് പതിവാക്കണം, വിർദുൽ ലത്തീഫ് പതിവാക്കണം. അതുപോലെ ഹബീബായ മുത്തുനബിന്റെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. ഒരു ദിവസം ചുരുങ്ങിയത് 300 തവണയെങ്കിലും സ്വലാത്തുകൾ ചൊല്ലണം. ഒറ്റയടിക്ക് വേണമെന്നില്ല. ആ സുബഹിന്റെ സമയത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് 100 സ്വലാത്ത്, അസറിന് ശേഷം 100 സ്വലാത്ത്, മഗ്രിബിക്കോ ഇശാക്കോ ശേഷം 100 സ്വലാത്ത്,
അങ്ങനെ 300 സ്വലാത്തെങ്കിലും ഒരു ദിവസം നമ്മൾ ചൊല്ലണം. ഹബീബായ മുത്തുനബി തങ്ങളെ സ്നേഹിക്കുന്ന എത്ര ആശിഖീങ്ങൾ, എത്ര മാതിഹീങ്ങൾ ഉണ്ടായിരുന്നു. അവരെപ്പോലെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? റബീഉൽ അവ്വൽ വരുമ്പോൾ മാത്രമാണ് മുത്തുനബിന്റെ മദ്ഹ് പറയാനും പാടാനും നബിദിന പരിപാടി സംഘടിപ്പിക്കാനൊക്കെ നമ്മൾ ഉഷാറാകുന്നത്. അത് മാത്രം പോരാ, എല്ലാ സമയത്തും നബി തങ്ങളോടുള്ള ഓർമ്മ നമ്മൾക്ക് ഉണ്ടാവണം. ഈമാനിന്റെ കുറവ് മൂലമാണ് ഈ മഹബ്ബത്തിൽ നിന്നൊക്കെ, ഈ നല്ല പ്രവർത്തികളിൽ നിന്നൊക്കെ നമ്മെ മാറ്റി നിർത്തുന്നതായ ഘടകം. അപ്പോൾ ഈമാൻ വർദ്ധിപ്പിക്കാനും കാരണമാണ് നബി തങ്ങളുടെ മദ്ഹ്. നമ്മൾ പല പ്രയാസങ്ങളിലും പല വിഷമങ്ങളിലൊക്കെ അകപ്പെട്ടവരാണ്. ദുനിയവിയും ഉഖ്റവിയുമായ സർവ്വ പ്രയാസങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സ്വലാത്ത് കാരണമാണ്. ആളി കത്തിക്കൊണ്ടിരിക്കുന്നതായ തീ, ആ തീയിലേക്ക് നമ്മൾ ശക്തമായി വെള്ളം ഒഴിക്കുമ്പോൾ ആ തീ അണഞ്ഞു പോകുന്നത് പോലെ നാം ദൈനംദിനം ചെയ്തു കൂട്ടുന്നതായ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു കിട്ടാൻ ഈ സ്വലാത്തുകൾ കാരണമാണ് എന്നാണ്. എത്രത്തോളം മഹാനരായ സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറയാണ്, ഞാൻ കഅബാലയത്തിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഓരോ ചവിട്ടടിയിലും സ്വലാത്ത് മാത്രം ചൊല്ലി ചൊല്ലി തവാഫ് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടു. അയാൾ എല്ലാ സമയത്തും സ്വലാത്ത് തന്നെ ചൊല്ലുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, തവാഫിന്റെ ഈ സമയത്ത് പല സന്ദർഭങ്ങളിലും പല ദിക്റുകൾ ഉണ്ടല്ലോ, ആ ദിക്റുകളൊന്നും ചൊല്ലാതെ സ്വലാത്ത് മാത്രം ചൊല്ലുന്നത് എന്തുകൊണ്ടാ? ആ സമയത്ത് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, എന്റെ പിതാവ് മരണപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ മുഖം ഞാൻ കണ്ടത് കറുത്തിരുണ്ടുപോയ രൂപത്തിലായിരുന്നു. എന്റെ പിതാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് നല്ല മുഖപ്രസന്നതയുണ്ടായിരുന്നു. പക്ഷേ മരിച്ചു കിടന്നപ്പോ എന്റെ ഉപ്പാന്റെ മുഖം കറുത്തിരുണ്ടുപോയതായി ഞാൻ കണ്ടു. കുറെ കഴിഞ്ഞപ്പോ ഉപ്പാന്റെ മയ്യിത്തിന്റെ അരികിൽ ഞാൻ അങ്ങനെ ഇരുന്ന് ക്ഷീണിച്ചു, ഞാൻ അങ്ങനെ മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ ഒരാൾ വന്ന് എന്റെ പിതാവിന്റെ മുഖം ഇങ്ങനെ തടവുന്നതായി ഞാൻ കാണുകയാണ്. ആ തടവുന്ന ആളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്തിനാണ് എന്റെ പിതാവിന്റെ മുഖം തടവുന്നത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, അന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ മുഹമ്മദ് നബിയാണ്. ഞാൻ എന്തിനാ വന്നതെന്നറിയോ? നിന്റെ പിതാവ് ഇങ്ങനെ കറുത്ത മുഖമായി കിടക്കുന്നത് എനിക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാ. അതിന്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ പിതാവ് ദിവസവും വളരെയധികം കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലുമായിരുന്നു. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്റെ പിതാവിന്റെ കഫം പുടവ ഞാൻ അങ്ങ് മാറ്റിയപ്പോ എന്റെ പിതാവിന്റെ മുഖം പ്രസന്നമായതായി കാണുകയാണ്. അൽഹംദുലില്ലാഹ്, എന്റെ ഉപ്പ സ്വലാത്ത് ചൊല്ലിയ കാരണത്താലാണല്ലോ കറുത്തിരുണ്ടുപോയ മുഖം പ്രസന്നതയുള്ളതായി മാറിയത്. അവിടുന്ന് ഇങ്ങോട്ട് എല്ലാ എന്റെ കർമ്മങ്ങളിലും, എന്റെ എല്ലാ സഖനാത്തിലും, എന്റെ ഹറക്കാത്തിലും ഞാൻ സ്വലാത്തുകൾ പതിവാക്കുന്നു. ഏതവസരത്തിലും ഞാൻ സ്വലാത്ത് ചൊല്ലുന്നു. നോക്കൂ നിങ്ങൾ, സ്വലാത്ത് ചൊല്ലിയാൽ ജീവിതകാലത്തും മരണത്തിന് ശേഷവും നമുക്ക് തുണയാണ്, തണലാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം.